അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, വൃഷ്ണി നായക, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത്? അവന് താല്പര്യം ഇല്ലാഞ്ഞിട്ടും എന്തോ ഒരു ശക്തി അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ പാപം ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കൊക്കെ അറിയാം അവർ ചെയ്യുന്ന തെറ്റാണ്. കള്ളുകുടിയന് നല്ലപോലെ അറിയാൻ കള്ളു കുടിക്കാൻ പാടില്ല. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന വ്യക്തികൾക്കും അറിയാം ഇത് തെറ്റാണ്. കാരണം സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മയുടെ കാര്യം വരുമ്പോഴോ അവന് പെട്ടെന്ന് ടെൻഷൻ വരും, അല്ലേ? അതേപോലെ മറ്റുള്ള സ്ത്രീജനങ്ങളും സ്വന്തം അമ്മയും പെങ്ങളുമാണ് എന്നുള്ളൊരു ചിന്തയും കൂടെ അവനില്ല. അന്നേരം അറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷെ എന്നാലും നിർബന്ധിതനാവുകയാണ്. എന്തുകൊണ്ട്? അതിന് ഭഗവാൻ ഉത്തരം പറയുന്നു. എന്താണ്? കാമത്താലാണ് ഒരു വ്യക്തി, രജോ ഗുണത്താൽ ഉണ്ടാകുന്ന കാമം ക്രോധമായിട്ട് മാറുന്നു. ഇതാണ് എല്ലാവരെയും കൊണ്ടും പാപകർമ്മങ്ങളിലേക്ക് ഏർപ്പെടുത്തിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏതൊരു ക്രൈം നടന്നാലും അതിൻ്റെ കാരണം കാമമായിരിക്കും. മണ്ണിന് വേണ്ടി, സ്ത്രീജനങ്ങൾക്ക് വേണ്ടി, സ്വത്ത്, കാശിന് വേണ്ടി, ഇതിനു വേണ്ടിയാണ് ഈ ലോകത്തെല്ലാം വഴക്കും അടിയും ക്രൈമും നടക്കുന്നില്ല. അന്നേരം ഈ ആസ്വാദനത്തിനുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം, അത് നടക്കാതെ വരുമ്പോഴുള്ള ക്രോധം, അതാണ് ഈ ലോകത്ത് എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറയുന്നു. അന്നേരം ഈ കാമത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ കാമവും ക്രോധവും എല്ലാത്തിനെയും നശിപ്പിക്കും, എല്ലാ സദ്ഗുണങ്ങളെയും നശിപ്പിക്കും.